ഇതാണ് ജ്യൂസ് സ്ട്രീറ്റ്. കണ്ണടച്ച് കണ്ടോട്ടാ. ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലാണ് ഇവിടെ ഓരോ സാധനങ്ങളും വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് കുറച്ചേരം നമ്മളിത് കണ്ട് നിന്ന് പോകും. അതേപോലെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കാണുന്നത് മുഴുവൻ പേനകളാണ്. പല ഷേപ്പിൽ പല വെറൈറ്റികളിൽ പേനകളുണ്ട് ഇവിടെ. വാസ്കോഡ ഗാമ അടക്കം ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന പള്ളിയിലാണ്. ഫ്രണ്ടിൽ കൂടി പോയപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു പോകാന്ന് പറഞ്ഞത്. ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയാണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കുമ്പളങ്ങി വ്യൂ പോയിന്റിലാണ്. നമ്മൾ കുമ്പളങ്ങി വ്യൂ പോയിന്റ് കാണാൻ പോകുന്നതല്ല, നമ്മളിവിടുന്ന് നേരെ പോണത് നമ്മുടെ ജ്യൂസ് സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പുറകിൽ ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിന്ന് വീട്ടിൽ ഇരുന്ന് സംസാരിച്ചിട്ടിരുന്നപ്പോ ഒരാൾ പറയാണ് ജ്യൂസ് സ്ട്രീറ്റ് കണ്ടിട്ടില്ല. അപ്പൊ ആ ജ്യൂസ് സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോണത്. ഇദ്ദേഹം ഇതുവരെ ജ്യൂസ് സ്ട്രീറ്റ് കണ്ടിട്ടില്ലെന്ന് പറയണത്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഫോണൊഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം, ജ്യൂസ് സ്ട്രീറ്റും കാണാം. നമ്മളിപ്പോൾ നിൽക്കണേ കുമ്പളങ്ങി വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, സൺസെറ്റിന്റെ ടൈം പൊളിച്ച് നിങ്ങൾ വരാമെന്നുണ്ടെങ്കിൽ നല്ല കിട്ടില്ല വ്യൂ കാണാൻ പറ്റും. കേട്ടോ, നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണമെന്നാണ്. അല്ലെങ്കിൽ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇവിടെ സാധാരണ ഞങ്ങൾ പോകാറുള്ളത് ഇതിന്റെ കറക്റ്റത്തിനൊക്കെ. കണ്ണമാലി പള്ളിയിലാണ് കേട്ടോ. പെർമിഷനും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ജസ്റ്റ് ഫ്രണ്ടിൽ കൂടി പോയപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു പോകാന്ന് പറഞ്ഞത്. ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ തീരപ്രദേശങ്ങളിൽ കോളറയും വസൂരിയും പടർന്നു പിടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ചികിത്സയോ മരുന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ നാട്ടുകാരെല്ലാവരും കണ്ണമാലിപ്പുള്ളിയിൽ ഒത്തുകൂടുകയും വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. രോഗം മാറിക്കഴിഞ്ഞാൽ തങ്ങൾ വിശുദ്ധന്റെ നാമത്തിൽ നേർച്ച നടത്താവുന്ന ഒരു നേർച്ച അറിയുകയും ചെയ്തു. പിന്നീട് ആ പ്രദേശത്ത് കോളറയുടെ പകർച്ച നിൽക്കുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ചെയ്തു. അന്ന് നന്ദി സൂചകമായി നടത്തിയ നേർച്ചയ്ക്ക് തന്നെയാണ് ഇപ്പോഴും ഈ പള്ളിയിൽ തുടരുന്നത്. വണ്ടി ഓടിച്ച് കണ്ണൊക്കെ തറന്നു തോന്നുന്നു. ജ്യൂസ് സ്ട്രീറ്റിന്റെ അരികത്ത് എത്തിയിട്ടാ. വെള്ളം കുടിച്ചിട്ട് പോകണം. ചൂടറിയല്ല, സീൻ ചൂടാണ്. ഇടയ്ക്കത്തെ ചൂടാ. ദാഹിച്ചാലും ഇല്ലെങ്കിലൊക്കെ വെള്ളം കുടിക്കാന്നുള്ളതാണ്. വന്നപാടെ ബിസ്ക്കറ്റ് ഉണ്ടോക്കെ. ഇവിടെ നമ്മളെത്തി. ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടി നമ്മൾ ചുമ്മാ നടന്നിട്ടിരിക്കുന്നത്. വിദേശികളൊക്കെ ഒരുപാട് ഈ ഒരു സ്ഥലം കാണാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. ജ്യൂസ് സ്ട്രീറ്റിന്റെ മുമ്പേ ആട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണുന്നത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ക്യാമറാമാരുടെയും ഫോട്ടോഗ്രാഫി പരിപാടികളുടെയും ഫാഷൻ ഫോട്ടോഗ്രാഫികളുടെ ഒക്കെ മെയിൻ ഏരിയ ഈ പറ ജ്യൂസ് സ്ട്രീറ്റ്. എവിടെയാണ് വന്നേക്കണ? മുഖത്തൊക്കെ എന്താ? പാർക്കിലാണ്. ഈ പാർക്കിലാട്ടോ വന്നേക്കാം. ഇതാണ് ജ്യൂസ് സ്ട്രീറ്റ്. കണ്ണടച്ച് കണ്ടോട്ടോ. ജ്യൂസ് സ്ട്രീറ്റിന്റെ ഒരു ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാല് AD 70 ജെറുസലേമിലത്തെ രണ്ടാം ദേവാലയം തകർക്കപ്പെട്ടതിന് ശേഷം ജൂതന്മാര് കേരളത്തിലെ കൊടുങ്ങല്ലൂർ എത്തിയെന്നാണ് പറയപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനായി രാജാക്കന്മാർ അവർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകിയിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം പോർച്ചുഗീസുകാരുടെ ആക്രമണവും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലെ പ്രളയത്തെ തുടർന്ന് 14ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ജൂതന്മാര് കൊച്ചിയിലോട്ട് താമസം മാറി. അതിനുശേഷം കൊച്ചി രാജാവ് അവർക്ക് തന്റെ കൊട്ടാരത്തിനടുത്തായി സ്ഥലം അനുവദിച്ച് നൽകുകയും ചെയ്തു. അവന്റെ മെയിൻ സാറിനോട്ടിരിക്കണം ഡാപ്പുസ്റ്റർ കണിപ്പെടുത്ത. ഇന്നീ തെരുവ് പ്രധാനമായും പുരാവസ്തുക്കളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും വിപണിയായിട്ടാണ് അറിയപ്പെടുന്നത്. ജൂതന്മാരെ 3 വിഭാഗങ്ങളായിട്ടാണ് ഇവിടെ ശരിക്കും പറയാൻ തിരിച്ചിട്ടുള്ളത്. കറുത്ത ജൂതന്മാർ, മലബാറി ജ്യൂസ്, അതായത് ആദ്യം ഇവിടെ എത്തിയ ജൂതന്മാരുടെ പിൻഗാമികളെന്നാണ് പറയുന്നത്. പിന്നെ വെളുത്ത ജൂതന്മാർ, പരദേശി ജ്യൂസ്, പിന്നീട് യൂറോപ്പിൽ നിന്നും മറ്റും എത്തിയവരെന്ന് പറയപ്പെടുന്നു. പിന്നെ ലാസ്റ്റ് വന്നാണ് മെഷുഹാരി, അതായത് ജൂത സമൂഹത്തിൽ പിന്നീട് ചേർന്നിട്ടുള്ളവർ. ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലാണ് ഇവിടെ ഓരോ സാധനങ്ങളും വെച്ചിട്ടുള്ളത്. പെയിന്റിങ്സ്, ഡ്രസ്സ്, അതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ആഭരണങ്ങൾ, ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആന്റിക് മാർക്കറ്റുകളിൽ ഒന്നാണിത്. പഴയ തറവാടികളുടെ സാധനങ്ങൾ, കേരളത്തിലെ പഴയ നാലുകെട്ടുകളിലൊക്കെ ഉണ്ടായിട്ടിരുന്ന തൂണുകൾ, വാതിലുകൾ, പാത്രങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഇരിക്കുന്ന പല ഫ്ലേവറുള്ള സാൻഡൽസ് ആണ് കേട്ടോ. 50 പീസിന് 200 രൂപയാണ് വില. പല രാജ്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള അത്രകളും അതേപോലെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാവുന്നതാണ്.
1948 ഇസ്രായേൽ രാജ്യം രൂപീകരിച്ചതിന് ശേഷം കൊച്ചിയിലെ ഭൂരിഭാഗം ജൂത കുടുംബങ്ങളും അവിടേക്ക് മടങ്ങിപ്പോയെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ചില കുടുംബങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. നമുക്കിവിടെ കൂടുതൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസും അതേപോലെ പുരാവസ്തുക്കളാണ് കൂടുതൽ കാണാൻ കഴിയുന്നത്. അതുപോലെ നമുക്ക് എല്ലാ ഷോപ്പിലും കയറി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ കഴിയില്ല. എല്ലായിടത്തും അലൗഡ് അല്ല, ചില ഷോപ്പിൽ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. നിങ്ങൾക്കിവിടെ വരുമ്പോൾ ഷോപ്പിനുള്ളിൽ കയറി വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ചോദിച്ചിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. നമ്മളിപ്പോൾ കാണുന്ന ഈ ക്ലോക്ക് ടവർ 1760കളിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ക്ലോക്ക് ടവറിന് 4 മുഖങ്ങളാണ് ഉള്ളത്: മലയാളം, ഹീബ്രു, റോമൻ, അറബിക്. കൊട്ടാരത്തിലേക്ക് അഭിമുഖമായുള്ള ഭാഗത്ത് മലയാളക്കങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം ജൂത കുടുംബങ്ങളും തിരിച്ചുപോയെങ്കിലും അവരുടെ സ്മാരകങ്ങളും ചരിത്രം ഉറങ്ങുന്ന ഈ തെരുവും ഇന്നും കൊച്ചിയുടെ പൈതൃകമായി നിലനിൽക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ജൂ സ്ട്രീറ്റ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അവിടെ നിങ്ങൾക്ക് സ്പോട്ടിൽ ഫോട്ടോ ഒക്കെ എടുത്ത് തരാം കേട്ടോ. അതിനുള്ള പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ടു വന്നിട്ട്? അപ്പൊ വന്നു കഴിഞ്ഞാൽ എന്ത് മേടിക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ഒരുപാട് ഫാൻസി ഐറ്റംസ്, ഡ്രസ്സ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇങ്ങോട്ട് കയറിക്കുന്നത്. ജൂ സ്ട്രീറ്റിൽ വരാത്ത ആളുകൾ കുറവായിരിക്കും. എന്നാൽ ഇതുപോലെ ആരെങ്കിലും വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോകും. ഇനി ഫോട്ടോ വെച്ച് ബീച്ചിലോട്ടാണ് കേട്ടോ. ചൂടെടുക്കുന്ന കാരണം അവന്മാർക്ക് ഇവിടുന്ന് പോകാന്ന് പറയണത്. ചൂട് രക്ഷയില്ല, അറിയാലോ, ചൂടെടുക്കത്തെ ചൂട് തന്നെയാണ്. അങ്ങനെ ചൂട് കാരണം ഇനി നമ്മൾ നേരെ ഫോട്ടോ വെച്ച് ബീച്ചിലോട്ട്. ഇതിനു മുമ്പ് ഞാൻ ഫോട്ടോ വെച്ച് ബീച്ചിലെ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ജൂനിയർ പാർക്കിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അതും കൂടി ആകുമ്പോൾ അവനെ ഒന്ന് പാർക്കിലൊന്ന് കൊണ്ടുപോകാം. നമ്മളങ്ങനെ ഫോട്ടോ വെച്ച് ബീച്ചിന്റെ ഇപ്പുറത്ത് തന്നെ ഉണ്ട് നമ്മുടെ CSI ചർച്ചില്ലേ, അതിന്റെ ഫ്രണ്ടിലോട്ടെ ഇപ്പൊ നമ്മളുള്ളത്. വാസ്കോ ഡ ഗാമ അടക്കം ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന പള്ളിയിലാണ്. അദ്ദേഹത്തെ അടക്കം ചെയ്ത് 14 വർഷത്തിന് ശേഷം ഭൗതികാവശിഷ്ടങ്ങൾ പോർച്ചുഗലിലോട്ട് കൊണ്ടുപോയെങ്കിലും അദ്ദേഹം കിടന്നിരുന്ന കല്ലറ ഇന്നും പള്ളിക്കുള്ളിൽ സന്ദർശകർക്കായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഫോട്ടോ വെച്ച് വെച്ചിട്ടുണ്ടാ ഇങ്ങനെ അറ്റത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ആ പാർക്കിന്റെ സൈഡിൽ അവർക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു സൈഡിലോട്ടാണ് എത്തിയിട്ടുള്ളത്. എന്തിനാ വേണ്ടതിപ്പോ? സീയൊക്കെ വൈകുന്നേരം സമയം കൊണ്ട് തന്നെ ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ കടകളിൽ ഇരിപ്പുണ്ട് കേട്ടോ. മേടിക്കാനുള്ളൊരു പ്ലാനുകൾ നമുക്കില്ലെങ്കിലും കുറച്ചു നേരം നമ്മളിത് കണ്ട് നിന്ന് പോകും. അതേപോലെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. മീനൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട്? ജീവനുണ്ട് അതിന്. അതിന് കെട്ടി വെച്ചേക്കണല്ലേടാ. Yes, you like the murukku items? Make a murukku idiyappam for decorating on the cake. So many different designs. They're very easy to operation. Murukku maker. So the murukku ready. I saw the idiyappam different designs. Only just 100 രൂപ. സെറ്റ് 15 അച്ചുണ്ടാവും. ഇടിയപ്പം ഉണ്ടാക്കണ, മുറുപ്പ് ഉണ്ടാക്കണ, നൂൽപ്പുര ഉണ്ടാക്കണ എല്ലാം അച്ചുണ്ടാവും. നമുക്ക് ഇടിയപ്പം വേണം, ഇടിയപ്പം അച്ചിടാം. ചില്ലി മാത്രം മാറി മാറിയിടുന്ന ഒരെണ്ണത്തിന് 15 അച്ചുണ്ടാവും. ഇടിയപ്പം, മുറുപ്പ്, നൂൽപ്പൊട്ട്, പക്കോട എന്താ വേണം ഉണ്ടാക്കാം. കിട്ടുന്നതായിട്ടും ഉണ്ടോ? 100 രൂപയുള്ളു. പക്ഷെ നമ്മൾ മേടിക്കില്ല. നമുക്ക് കാണാൻ ഇഷ്ടമാണ്, മേടിക്കാൻ ഇഷ്ടമല്ലത്. ഇതെന്താ സാധനം? എന്താ? ഓ, കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നമ്മളിങ്ങനെ വീർപ്പിച്ചെടുക്കണ ചെറിയ ചെറിയ ബോൾസ് ഇല്ലേ, അതാണ് കേട്ടോ കവറിൽ ഫുൾ ഇരിക്കണത്. ഇതെന്താണ് കാണിച്ചേ? നോക്കട്ടെ. പബ്ജി ലവേഴ്സിന് പറ്റിയ ഐറ്റോട്.
മോള് രാജാക്കമ്മ മോള് സ്നൈപ്പർ. टेबल पे है, टेबल पे പെന്നാണോ? हाँ टेबल पे ഈ കാണുന്നത് മുഴുവൻ പേനുകളുണ്ട്. പല ഷേപ്പിൽ പല വെറൈറ്റികളിൽ പേനുകളുണ്ട് ഇവിടെ. ഫോർട്ട് കൊച്ചി ബീച്ചിൽ വന്നിട്ട് ഇനി കപ്പലും ബോട്ടൊന്നും കാണിച്ചില്ലെന്ന് വേണ്ട, അതും കൂടി കാണിച്ചു തരാം. ഇതെന്താണ്? ഇത്തിരി തെങ്ങിന് മുകളിൽ കാണാം, അവിടെ വരെ കിട്ടും. അപ്പൊ അങ്ങനെയാണ്. പുള്ളിക്ക് വിഷു കഴിഞ്ഞിട്ട് കിട്ടിയ കുറച്ച് കാശ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ പുള്ളിക്ക് ആ കാശ് കൊണ്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആഗ്രഹം ഇവിടെ കഴിഞ്ഞിട്ടാ 60 രൂപയല്ല കേട്ടാ ലേസർ. നമ്മുടെ അവിടെ നിന്നൊക്കെ വന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 100-150 ആൾക്കാർ വാങ്ങിക്കാറുണ്ട്. സാധനം കൊള്ളാം. അതെ അതെ. ഏതാണ്? സ്ട്രോബെറി. അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ ഓരോ സെക്കൻഡ്സും നമ്മൾ എൻജോയ് ചെയ്യുക. ഒറ്റയ്ക്കായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഫാമിലിയുടെ ഒപ്പം ആയാലും ഓരോ സെക്കൻഡ്സും നമ്മൾ എൻജോയ് തന്നെ ഇരിക്കുക. ഈ വീഡിയോ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.